നാലാമത്തെ പാർട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും പാർട്ട് 4ലേക്ക് എത്തി. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാഭാരത, ഫോളോ ഓഫ് മഹാഭാരത, സ്റ്റോറി ഓഫ് മഹാഭാരത അല്ലെങ്കിൽ ദ വാർ ഓഫ് മഹാഭാരത സ്റ്റോറീൻ്റെ ഫോളോ അപ്പാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇത് പറഞ്ഞു നമ്മൾ കൗരവാസ് ആൻഡ് പാണ്ഡവാസ് തമ്മിലുള്ള ഒരു വാറാണ്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ കസിൻസാണ്, ബ്രദേഴ്സ് തമ്മിലുള്ള വാറാണ്. അപ്പോൾ ഇതിൽ ജസ്റ്റിസ് വെച്ചിട്ട് നീതി, ആരുടെ ഭാഗത്താണോ നീതി അവരാണല്ലോ ജയിക്കേണ്ടത്, അതാണല്ലോ അതിൻ്റെ ന്യായം. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മിസ് പറഞ്ഞ് നിങ്ങൾ മറന്നു പോകരുത്. ഇത് പാണ്ഡുവിൻ്റെ പുത്രന്മാരാണ് ഈ 5 പേരും. ഈ അഞ്ച് ക്യാരക്ടേഴ്സിൻ്റെ പേര് മറന്നു പോകരുത്. ഇത് മെയിൻ ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി ഇറ്റ്സ് യുധിഷ്ഠിരൻ. ഓക്കെ, ദെൻ യുധിഷ്ഠിരൻ. നെക്സ്റ്റ് അനദർ ക്യാരക്ടർ ഈസ് ഭീമൻ. നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് സഹദേവൻ, നകുലൻ, ദെൻ അർജുനൻ. ഓക്കെ, അത് പറയുമ്പോൾ ഫസ്റ്റ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള വരുന്ന ആൾ യുധിഷ്ഠിരൻ, നെക്സ്റ്റ് വരുന്നത് ഭീമൻ, തേർഡ് ഈസ് അർജുനൻ, ഫോർത്ത് ഈസ് സഹദേവൻ, ഫിഫ്ത്ത് ഈസ് നകുലൻ. അപ്പോൾ ഇത്രയും ഈ അങ്ങനെ തന്നെ അത് ക്യാരക്ടർ വൈസ് നമ്മൾ അതിന് സീനിയർ മൂത്ത ചേട്ടൻ, രണ്ടാമത്തെ ചേട്ടൻ എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ പറഞ്ഞത്. ക്യാരക്ടർ വൈസ് അത് പഠിക്കാനുണ്ടാവും. നെക്സ്റ്റ് കർണ, ദ ക്യാരക്ടർ ഓഫ് കർണൻ്റെ ക്യാരക്ടേഴ്സ് എന്തായാലും ചോദിക്കും, അത് പഠിക്കണം. ദ കർണ ഈസ് ദ സൺ ഓഫ് ഗാന്ധാരി. ഓക്കെ, ദെൻ ഗാന്ധാരി ദ 101 യെസ് 101 അല്ലേ, 101 എന്ന് പറയും, അതായത് 101 അല്ലേ ചിൽഡ്രൻസിൻ്റെ മദറാണ് ആര്, നമ്മുടെ ഗാന്ധാരിയുടെ ഹസ്ബൻഡ് ദ നെയിം ഓഫ് ഹസ്ബൻഡ് ഓഫ് ഗാന്ധാരി ഈസ് ധൃതരാഷ്ട്രർ. അത് എഴുതുമ്പോൾ ധൃതരാഷ്ട്രർ, കുറച്ച് ബുദ്ധിമുട്ടായ സ്പെല്ലിങ്ങോ തെറ്റാതെ എഴുതാനും നോക്കണം, ധൃതരാഷ്ട്രമൊക്കെ. അപ്പോൾ ക്യാരക്ടേഴ്സ് വന്നത് എത്ര ക്യാരക്ടേഴ്സ് ഇപ്പോൾ തന്നെ പാണ്ഡവാസിലെ 5 മെമ്പേഴ്സിൻ്റെ പേര് നമ്മൾ എന്തായി പഠിക്കണം. നെക്സ്റ്റ് കർണൻ്റെ പേര് പഠിക്കണം. കർണ ആരുടെ മകനാണ് നമ്മൾ അറിയണം. ഗാന്ധാരിയുടെ പ്രത്യേകതകൾ അറിയണം. ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഗാന്ധാരി ആൻഡ് ദ സ്റ്റോറി ഓഫ് ഗാന്ധാരി, ദ സ്റ്റോറി ഓഫ് ധൃതരാഷ്ട്ര, ദെൻ ദ സ്റ്റോറി ഓഫ് അർജുന, ദ ക്യാരക്ടർ ഓഫ് അർജുന. അങ്ങനെ അറിയുന്നതാണ്, നമുക്ക് അറിയുന്ന കുറേ മാറ്റേഴ്സാണ്, നമ്മൾ ചെറുതിലേ പഠിച്ച കഥകളാണ് എല്ലാം. അങ്ങനത്തെ സംഭവങ്ങൾ തന്നെ അതിലുള്ളത് നമുക്കറിയാം. നെക്സ്റ്റ് നമ്മുടെ പാർട്ട് 4ലേക്ക് പോകുമ്പോൾ ദെൻ ഇനി മിസ് പറയാൻ പോകുന്നത് ദ സ്ട്രക്ചർ ഓഫ് മഹാഭാരത. ദ സ്ട്രക്ചർ ഓഫ് മഹാഭാരത ഈസ് 18 കപ്ലെറ്റ്സ് എന്നൊക്കെ പറയും. 18 സ്ട്രക്ചർ ഓഫ് ദ 18 പാർട്ട് ഇൻ മഹാഭാരത സ്റ്റോറി. ദെൻ 18 പാർട്സ് മീൻസ് മഹാഭാരത 18 ശ്ലോകങ്ങൾ അല്ലെങ്കിൽ 18 ഭാഗങ്ങളായിട്ടാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മഹാഭാരത. ഓക്കെ, ക്യാരക്ടേഴ്സ് 18 സ്ട്രക്ചർ ഇൻക്ലൂഡഡ് ആണ്. ഈ ഒരു ക്യാരക്ടേഴ്സ് 18 സ്ട്രക്ചറിലാണ് പോകുന്നത്. ഇതിന് 18 എന്ന് പറയുമ്പോൾ ഓരോന്നിനും ഓരോ പേരുണ്ട്. ഓക്കെ, the one is the structure of Mahabharata. There is an 18 books. Okay, 18 structure means books ആണ്. And its extra genealogy, then one is Adi Parva, and then first is Adi Parva. That is the 18 books എന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ഈസ് ആദി പർവ. 18 ബുക്കുകൾ അടങ്ങുന്ന ഒരു സംസ്കൃത ശ്ലോകങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ഇതിഹാസ കാവ്യമാണ് എന്ത്, നമ്മുടെ മഹാഭാരത. ആ മഹാഭാരതയിൽ ദ ഫസ്റ്റ് ബുക്ക് ഈസ് ആദി പർവ, സെക്കൻഡ് ഈസ് സഭാ പർവ, തേർഡ് ഈസ് ഓക്കെ ദ ഫസ്റ്റ് ഈസ് ആദിപർവ. ആദിപർവ എന്ന് പറയുന്നതിലാണ് നമ്മുടെ കഥ ഒരുവിധം ദ ലെങ്ത് ഓഫ് സ്റ്റോറി മൊത്തം അതിന് ഫുൾ ലെങ്ത് വരുന്നതാണ് ഫസ്റ്റ് ആദിപർവ. നെക്സ്റ്റ് വരുന്നതാണ് സഭാപർവ. ഓക്കെ, ദ തേർഡ് ഈസ് വനപർവ. തേർഡ് ഈസ് വനപർവ, ഫോർത്ത് ഈസ് വിരാട പർവ, ഫിഫ്ത്ത് ഈസ് ഉദ്യോഗ പർവ, സിക്സ്ത് ഈസ് ഭീഷ്മ പർവ, സെവൻത്ത് ഈസ് ദ്രോണ പർവ, ദ 18th one ഈസ് കർണ പർവ, 9th ഈസ് ശല്യ പർവ, 10th ഈസ് സ്പെനിജ പർവ, ദെൻ സ്ത്രീ പർവ, 11 ഈസ് സ്ത്രീ പർവ മറന്നുകൊണ്ട സ്ത്രീ പർവ. ദ നെക്സ്റ്റ് 12th one ഈസ് ശാന്തി പർവ, ദെൻ 13 ഈസ് അനുഷ്ഠാന പർവ, 14 ഈസ് ഭീമ പർവ, ദെൻ 15 ഈസ് ധൃതരാഷ്ട്ര പർവ. നെക്സ്റ്റ് ഈസ് 16th അതായത് 16ാമത്തത് മൗഷല പർവ, ദെൻ 17th one ഈസ് മഹാപ്രസ്ഥാനിക പർവ,
Then the last one is that is 18th. Okay, the 18th one is Swargarohana Parva. Okay, this 18th books or Parva is included in Mahabharata story. One is Adi Parva. Adi Parva is related the story of the whole story in Mahabharata. Okay, Adi Parva related in the whole story of Mahabharata, that is included Gandhari, then Kauravas and the Pandavas, then Pandu, then Dhritarashtra, Gandhari, then the story of Draupadi, then story of Arjuna, and the story of then Karna, and also this whole story included in this Mahabharata. Okay, Miss അല്ല കുട്ടി നിങ്ങൾ മിസ്സിൻ്റെ ഈ ഒരു ക്ലാസ് അതായത് കഥ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. കാരണം ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മുന്നോട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മുടെ ഈ കഥയിൽ മിസ് പറഞ്ഞല്ലോ കൗരവരും പാണ്ഡവരും 101 ആൾ അല്ലേ, 101 കുട്ടികളാണ് നമ്മുടെ ഗാന്ധാരിക്കുള്ളത്. നെക്സ്റ്റ് പാണ്ഡുവിൻ്റെ മക്കളായ 5 കുട്ടികളും ധൃതരാഷ്ട്രയുടെ മക്കളായ 101 കുട്ടികളും, അതായത് 5 മക്കൾ പാണ്ഡവാസ് ആൻഡ് 101 കുട്ടികൾ കൗരവാസ്. ഇവർ തമ്മിലുള്ള വാർ, ഇവർ തമ്മിലുള്ള ഒരു ജലസി അല്ല, ഇവർ തമ്മിലുള്ള ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പ്രോബ്ലംസ് ആണ് വലിയൊരു സംഭവമായി മാറിയത്. അതാണ് നമ്മുടെ ഒരു എപ്പിക്സിന് വേണ്ടി കാരണമായ ഒരു കഥയായി മാറിയത്. ഓക്കെ, ദെൻ നമുക്ക് ടെക്സ്റ്റിലുള്ള വേർഡ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മിസ് ഇത് എന്തായി പറയുന്നത് മലയാളത്തിൽ ഈ കഥ പറയുന്നാലും നിങ്ങൾക്ക് ഇത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ദെൻ സ്കോളർഷിപ്പ് മഹാഭാരത ഹാസ് സ്റ്റഡി ഇൻക്രീസ്ഡ് ഓവർ ദ ക്രിട്ടിക്കൽ വർക്ക്സ് ആൻഡ് ഓപ്പൺ എ ന്യൂ ഡയമെൻഷൻ ഓഫ് ദ ടെക്സ്റ്റ്. അതായത് ക്രിട്ടിക്കൽ, ഇത് വിമർശന വിധേയമായതും ആണ്. കാരണം എന്ത് നല്ല നോവലായാലും കഥയായാലും വിമർശന അധിഷ്ഠിതമാണ്, നമുക്കറിയാലോ. ക്രിട്ടിക്സ് എല്ലാത്തിനും ക്രിട്ടിക്സ് ആയിട്ടൊരു സംഭവങ്ങളുണ്ടാവും. നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ദെൻ ലെറ്റ് ദ സം അപ്പ്. മീൻസ് ടെക്സ്റ്റാണ് വായിക്കുന്നത് ഇടയ്ക്ക്, പക്ഷെ ടെക്സ്റ്റ് വായിക്കുമ്പം ടെക്സ്റ്റിലുള്ള ഓരോ എപ്പിക്സിലെ കഥ, അതായത് ധർമ്മ, വാട്ട് ഈസ് ധർമ്മേനെ പറ്റിയാണ് പറയുന്നത്. ദ എക്സ്പ്ലനേഷൻ ഓഫ് ഇതിൽ പറഞ്ഞ കഥ പോലെ മിസ് പറയുന്ന ഈ ഒരു കഥ ഒറിജിനൽ മഹാഭാരതന്റെ കഥയാണ് മിസ് പറയുന്നത്. പക്ഷെ ടെക്സ്റ്റിൽ എക്സ്പ്ലനേഷൻ ഓഫ് ദ സ്റ്റോറി ഓഫ് കൗരവാസ് ആൻഡ് പാണ്ഡവാസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് അതിലുള്ള കാര്യങ്ങൾ ഇതിൽ എന്ത് ചെയ്യുന്നില്ല, ഹിൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. അത് സ്റ്റോറി ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മിസ് കഥയായിട്ട് പറഞ്ഞു തന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി ബൈ യൂറോപ്പ്. അത് യൂറോപ്പിലും എല്ലായിടത്തും നമ്മളെ ഈ ഒരു കഥ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മഹാഭാരത കഥയാണ്. ദെൻ ദുര്യോധനാസ് മിസ്റ്ററി ആൻഡ് ദി Pandavas struggle and Duryodhana having witnessed the of Yudhishthira's palace, that is palace of Rajasuya, sacrificed an acute of distress of despair in the against Yudhishthira and enjoyed then good luck and always then with many wiles. And this മിസ് വായിക്കുന്നത് കേട്ടിട്ട് ഒരു ബന്ധവുമില്ലാത്ത കുറേ വേർഡ്സുകളാണ്. അത് നമ്മൾ റീഡ് ചെയ്തിട്ട് ഓക്കെ കുറേ റീഡ് ചെയ്യുമ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ആവുന്നതാണ് ഓരോരോ വേർഡ്സ് കാണുമ്പോൾ. ദെൻ എക്സ്ട്രാ മിസ് ഇപ്പോൾ വായിച്ചില്ലേ, ഈ വേർഡ്സ് നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ജസ്റ്റ് അവരുടെ ക്യാരക്ടേഴ്സ് നിങ്ങൾ മനസ്സിലാക്കുക, ആര് തമ്മിലാണ് വാറെന്ന് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ആൻസർ ഇത് വരുന്നത് ഇതേപോലെ തന്നെയാണ്. ഇത് ജസ്റ്റ് സ്റ്റോറി എന്നതിൽ പറയുന്നുള്ളൂ. എന്താണ് സ്റ്റോറി, ഏതാണ്, ആര് തമ്മിലാണ്, അങ്ങനെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഒന്നും ടെക്സ്റ്റിലില്ല. ദെൻ നേരത്തെ മിസ് പറഞ്ഞ പോലെ നെക്സ്റ്റ് ദെൻ ഇത് ഹസ്തിനപുര എന്നുള്ള രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഫൈറ്റ് വന്നത്. ഹസ്തിനപുര എന്നുള്ള രാജ്യത്തിൻ്റെ കിരീടധാരണത്തിനോ അല്ലെങ്കിൽ ആ രാജാധികാരത്തിന് വേണ്ടിയിട്ടാണ് ഇതൊരു വാറായിട്ട് മാറിയത്. നേരത്തെ ഇനി മിസ് ജസ്റ്റ് അതിൻ്റെ ഒരു കണ്ടന്റ് മാത്രം മിസ് പെട്ടെന്ന് പറയാം. ഈ കൗരവ ആൻഡ് പാണ്ഡവാസ് ഹസ്തിനപുരത്തിലെ ഈ കിരീടം കിട്ടുന്നത് പാണ്ഡുവിനാണ്. പാണ്ഡുവിൻ്റെ മക്കളായ പാണ്ഡവർക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കൗരവരുടെ മക്കളായ 101 പുത്രന്മാർ, ഗാന്ധാരിയുടെയും ധൃതരാഷ്ട്രയുടെയും പുത്രന്മാരെ 101 പുത്രന്മാർക്ക് ഇത് കിട്ടുന്നില്ല. അവിടെയാണ് ഇവർക്ക് ദേഷ്യം വന്നതും.